ജില്ലയിലെ ഒട്ടേറെ രാഷ്ട്രീയ ചോദ്യങ്ങൾക്കുള്ള ഉത്തരമാണ് വോട്ടിംഗ് യന്ത്രങ്ങളിൽ ഭദ്രമായിരിക്കുന്നത്. മൂന്ന് മുന്നണികളിലും ചലനങ്ങളുണ്ടാക്കാൻ പോകുന്ന ജനവിധി അറിയാനുള്ള കാത്തിരിപ്പാണ് ഇനി. കൂറുമാറ്റ രാഷ്ട്രീയത്തിന്റെ കുടമാറ്റത്തോട് ജില്ല എങ്ങനെ പ്രതികരിച്ചു എന്നതിലാണ് ഏറെ ആകാംക്ഷ. CPIയുടെ കമ്മ്യൂണിസ്റ്റ് നിലപാട് തറയിൽ നിന്നും BJPയുടെ താമരത്തണലിലേക്കുള്ള CC മുകുന്ദന്റെ ചേക്കേറൽ നാട്ടികയിൽ അടിയൊഴുക്കാകുമോ എന്നറിയേണ്ടതുണ്ട്. BJPയുടെ അക്കൗണ്ടിലുള്ളതിനു പുറമെ മുകുന്ദൻ പിടിക്കുന്ന വോട്ടുകൾ നിർണായകം. കഴിഞ്ഞ നിയമസഭാ തെരഞ്ഞെടുപ്പ് കഴിഞ്ഞതും കോൺഗ്രസിനെ കൈയൊഴിഞ്ഞ പത്മജ താമര ചിഹ്നത്തിൽ തൃശൂരിൽ പോരിനിറങ്ങിയത് ചില കണക്കുകൾ തീർക്കാൻ കൂടിയാണ്. കോർപ്പറേഷനിലെ മിന്നും വിജയത്തിന്റെ ആത്മവിശ്വാസവും രാജൻ പല്ലന്റെ വ്യക്തിബന്ധങ്ങളുടെ കരുത്തുമുണ്ടെങ്കിലും പ്രചാരണത്തിൽ പത്മജ സൃഷ്ടിച്ച മുന്നേറ്റം UDFന് അലോസരപ്പെടുത്തുന്നു. കവി ആലങ്കോട് ലീലാകൃഷ്ണനെ അപ്രതീക്ഷിത സ്ഥാനാർത്ഥിയാക്കിയതിന്റെ ഫലം CPIക്കും ആകാംക്ഷയേറ്റുന്നു. തൃശൂരിൽ ആര് ജയിച്ചാലും സ്ഥാനാർത്ഥികൾക്ക് ലഭിക്കുന്ന വോട്ട് കണക്ക് രാഷ്ട്രീയ ചർച്ചകളിൽ ഇഴകീറി പരിശോധിക്കപ്പെടും. കോൺഗ്രസ് കൗൺസിലറായിരുന്ന ബിജു S. ചിറയത്ത് രാജിവെച്ച് കേരള കോൺഗ്രസ് എമ്മിൽ ചേർന്ന് ഇടത് സ്ഥാനാർത്ഥിയെ മത്സരിച്ച ചാലക്കുടിയിലേക്കും കണ്ണുകൾ നീളുന്നു. കോൺഗ്രസിൽ നിന്നുള്ള അവഗണന ആരോപിച്ച് പുറത്തിറങ്ങിയ ബിജുവിനു വേണ്ടി CPM സംഘടനാ സംവിധാനം ശക്തമായി പ്രവർത്തിച്ചോ എന്ന ചർച്ചകളുണ്ട്. സംഘടനാ പ്രശ്നങ്ങൾ അലട്ടുന്ന കോൺഗ്രസിനെ സംബന്ധിച്ച് മണ്ഡലം കൈവിട്ടു പോകുന്നതിനെക്കുറിച്ച് ആലോചിക്കാനേ വയ്യ. കഴിഞ്ഞ തവണ 1057 വോട്ടുകൾക്കാണ് സനീഷ് കുമാർ ജോസഫ് UDFനായി ചാലക്കുടി പിടിച്ചത്. ഇരിങ്ങാലക്കുട ഏറ്റെടുക്കണമെന്ന കോൺഗ്രസ് പ്രാദേശിക നേതൃത്വത്തിന്റെ എതിർപ്പ് അവഗണിച്ചാണ് കേരള കോൺഗ്രസ് സ്ഥാനാർത്ഥിയായി തോമസ് ഉണ്ണിയാടൻ തന്നെ രംഗത്തിറങ്ങിയത്. അതിനാൽ UDFന്റെ ആഭ്യന്തര രാഷ്ട്രീയത്തിൽ തിരയിളക്കമുണ്ടാക്കുന്നതാകും തെരഞ്ഞെടുപ്പ് ഫലം. ചേലക്കര കോങ്ങാട് സീറ്റ് വെച്ചുമാറ്റത്തിന്റെ ഫലവും UDF കാത്തിരിക്കുന്നു. കൊടുങ്ങല്ലൂരിലും വടക്കാഞ്ചേരിയിലും യുവ നേതാക്കളെ രംഗത്തിറക്കിയത് ചലനങ്ങളുണ്ടാക്കിയാൽ UDFന്റെ ഭാവി സ്ഥാനാർത്ഥി നിർണയങ്ങളെ സ്വാധീനിക്കും. വിജയം എന്ന ഒറ്റ ലക്ഷ്യത്തിൽ ടേം നിബന്ധനകളിൽ ഇളവ് നൽകിയ നയമാറ്റത്തിന്റെ പരിണിത ഫലം CPMനും CPIക്കും നിർണായകം. സംഘടനാപരമായി ഇരു പാർട്ടികളിലും ഉയർന്ന പ്രശ്നങ്ങൾ ബാധിച്ചിട്ടില്ലെന്ന് തെളിയിക്കുകയും വേണം. തദ്ദേശ പോരാട്ടത്തിൽ കാലിടറാതെ നിന്നത് സംഘടനാപരമായ കരുത്തുകൊണ്ടെന്ന് വിശ്വസിക്കുന്ന LDF നേതൃത്വത്തിന് ആ രാഷ്ട്രീയ കാലാവസ്ഥ മാറിയാൽ ഏറെ വിയർക്കേണ്ടി വരും. കഴിഞ്ഞ 2 നിയമസഭാ തെരഞ്ഞെടുപ്പുകളിൽ നേടിയ ആധിപത്യം ഒരിക്കൽ കൂടി LDFന് നിലനിർത്താനായാൽ ജില്ലയിൽ ചില വിസ്മയങ്ങൾ ഉണ്ടായേക്കും. കോൺഗ്രസിൽ നിന്നുള്ള ചില നേതാക്കൾ പുതിയ രാഷ്ട്രീയ ലാവണങ്ങൾ തേടുമെന്നാണ് സൂചന. ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ 6 നിയോജക മണ്ഡലങ്ങളിൽ മുന്നിലെത്തിയ BJPക്ക് പിന്നിലേക്ക് ഇറങ്ങേണ്ടി വരുമെന്ന് ഉറപ്പിക്കുന്നുണ്ടെങ്കിലും എത്രത്തോളം എന്നത് പ്രധാനം. അന്ന് ഒപ്പം നിന്ന സാമുദായിക ഘടകങ്ങൾ അകന്നുപോയോ എന്ന ചോദ്യത്തിനും ഉത്തരം ലഭിക്കും. ഇത്തവണ ഏപ്രിൽ 26-നാണ് തൃശൂർ പൂരം. 27-ന് ഭഗവതിമാർ ഉപചാരം ചൊല്ലി പിരിയും. എന്നാൽ രാഷ്ട്രീയ മൈതാനത്തെ വിജയക്കുടമാറ്റത്തിന് മെയ് 4 വരെ കാത്തിരിക്കണം. അതിനുശേഷവും ഉപചാരം ചൊല്ലിപ്പിരിയാതെ വിവാദങ്ങൾ തൃശൂരിൻ്റെ രാഷ്ട്രീയ ആകാശത്തുണ്ടാകും. KB ലിബീഷ്, TCV.